ലോകത്തിലെ സമുദ്രങ്ങൾ വിശാലവും നിഗൂഢവുമാണെന്ന് പറയാതെ വയ്യ. അതിനാൽ ആളുകൾ പര്യവേക്ഷണം ചെയ്യുമ്പോൾ ചില വിചിത്രമായ കാര്യങ്ങൾ കണ്ടെത്തിയതിൽ അതിശയിക്കാനില്ല. പുരാതന പ്രതിമകൾ മുതൽ യുദ്ധപുരാവസ്തുക്കൾ വരെ, വെള്ളത്തിനടിയിൽ വിചിത്രമായ ജീവരൂപങ്ങൾ വരെ ആഴക്കടൽ മുങ്ങൽ വിദഗ്ധർ കണ്ടെത്തിയ വിചിത്രമായ കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ട്രക്കുകൾ സാധാരണ റോഡുകളിലാണ് കാണാറുള്ളത്. എന്നാൽ അവയിൽ ചിലത് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ കാണാം. ആഴക്കടൽ മുങ്ങൽ വിദഗ്ധർ സമുദ്രത്തിന്റെ ആഴത്തിലുള്ള സൈനിക ട്രക്കുകൾ, പുരാവസ്തുക്കൾ കാണുമ്പോൾ ആശ്ചര്യപ്പെടാറില്ല. കാരണം യുദ്ധസമയങ്ങളിൽ മുങ്ങിപ്പോകുന്നവയാണ് ഇതുപോലെയുള്ള സൈനിക വാഹനങ്ങൾ. ട്രക്കുകൾ പോലെ വിമാനങ്ങൾ ഇടയ്ക്കിടെ സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് വഴി കണ്ടെത്താറുണ്ട്. ഉദാഹരണത്തിന് ഹവായിലെ ഒവാഹു ആഴക്കടൽ മുങ്ങൽ വിദഗ്ധർ നിരവധി യുദ്ധങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഒരു F4U കോർസൈന്റ് അവശിഷ്ടങ്ങൾ കണ്ടെത്തി. 1946 ഇന്ധനക്ഷാമം മൂലം സമുദ്രത്തിൽ പതിച്ചിരുന്ന യുദ്ധവിമാനമായിരുന്നു ഇത് ഏറ്റവും ആശ്വാസകരമായ ചിന്തയായിരിക്കില്ല. പക്ഷേ നിർഭാഗ്യവശാൽ കടത്തുവെള്ളങ്ങളും മുങ്ങാം. ഉദാഹരണത്തിന് MS സെനോബിയ സ്വീഡിഷ് നിർമ്മിത 10,000 ടൺ ഫെറി 1979 വിക്ഷേപിക്കുകയും 1980കളിൽ സൈപ്രസിന് സമീപം മുങ്ങുകയും ചെയ്തിരുന്നു. അണ്ടർ വാട്ടർ റിവർ യഥാർത്ഥത്തിൽ ഒരു നദിയല്ല, മറിച്ച് ഒരു ഒപ്റ്റിക്കൽ മിത്തിയാണ്. സെനോട്ട് ആഞ്ചലിറ്റ ഗുഹയിൽ വളരെ അപൂർവമായി ഒരു ഒപ്റ്റിക്കൽ മിത്തിയുണ്ട്. ഇത് ഒരു ഹാലോക്ലൈൻ മൂലമാണ്. ഗുഹയുടെ അടിയിൽ ജൈവാവശിഷ്ടങ്ങൾ വിഘടിപ്പിച്ച് രൂപം കൊണ്ട ഹൈഡ്രജൻ സൾഫൈഡിന്റെ ഒരു മേഘം. മാന്ത്രികമായി കാണപ്പെടുന്ന ഈ മേഘം മുകളിലെ ഉപ്പിട്ട സമുദ്രജലത്തെ താഴെ നിന്ന് മുകളിലേക്ക് ഒഴുകുന്ന ശുദ്ധമായ ഭൂഗർഭജലത്തിൽ നിന്ന് വേർതിരിക്കുകയും മുങ്ങൽ വിദഗ്ധർ വെള്ളത്തിനടിയിലുള്ള നദിയിൽ നീന്തുന്നത് പോലെ തോന്നിപ്പിക്കുകയും ചെയ്യുന്നു. ചരിത്രാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിയുന്ന ഒരേയൊരു സ്ഥലമല്ല മ്യൂസിയങ്ങൾ. അവർ ഭാഗ്യവാനാണെങ്കിൽ ആഴക്കടൽ മുങ്ങൽ വിദഗ്ധർ ഇടയ്ക്കിടെ വെള്ളത്തിൽ മുങ്ങിയ പുരാതന പ്രതിമകളോട് ഓടുന്നു. ഉദാഹരണത്തിന് ഇറ്റലിയിലെ നേപ്പിൾസ് കടൽ തീരത്ത് ലോകത്തിലെ ഒരേയൊരു അണ്ടർ വാട്ടർ ആർക്കിയോളജിക്കൽ പാർക്കുകളൊന്ന് സ്ഥിതി ചെയ്യുന്നു. പുരാതന റോമൻ നഗരമായ ബയോയുടെ അവശിഷ്ടങ്ങളാണിത്. മുൻകാല യുദ്ധങ്ങളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾക്ക് എവിടെയും സഞ്ചരിക്കാനാകും. അതിൽ സമുദ്രങ്ങളും ഉൾപ്പെടുന്നു. ആഴക്കടൽ മുങ്ങൽ വിദഗ്ധർ ഇടയ്ക്കിടെ കടലിന്റെ അടിത്തട്ടിൽ ഒരിക്കൽ ശക്തിയേറിയ ടാങ്കുകളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു. അതെ, പ്രശസ്തമായ ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ ഒരിക്കലും വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. ഒരിക്കലും മുങ്ങാത്ത കപ്പൽ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇത് 1985 സെപ്റ്റംബറിൽ കണ്ടെത്തി. 1954 മെഡിറ്ററേനിയൻ കടൽ തീരത്ത് ബോധപൂർവം സ്ഥാപിച്ചതാണ് ഗൈഡോ ഗലേറ്റിയുടെ യേശുക്രിസ്തുവിന്റെ മഹത്തായ ഒരു ശില്പം. ഇറ്റാലിയൻ റിവേരിയയ്ക്ക് സമീപം ആ സ്ഥലത്ത് ഡൈവിങ്ങിനിടെ മരിച്ച ഇറ്റാലിയൻ സ്കൂബ ഡൈവർ ഡാരിയോ ഗോൺസാറ്റിന് ആദരാഞ്ജലി അർപ്പിക്കുന്നതാണ് ഈ പദവി. ഇന്ന് മുങ്ങൽ വിദഗ്ധർ സമുദ്രജീവികളാൽ മൂടപ്പെട്ട പ്രതിമയെ കണ്ടെത്തിയിരിക്കുന്നു. ജെയ്സൺ വൂർഹീസ് അണ്ടർ വാട്ടർ സ്റ്റാച്ചു. ഇത് ഡക്ലീനിന്റെ സൃഷ്ടിയാണ്. കയ്യിൽ വെട്ടുകത്തിക്കൊണ്ട് നിറഞ്ഞ ഈ പേടി സ്വപ്നം അതിശയകരമായ ഭാഗം അദ്ദേഹം നിർമ്മിച്ചു. മിനാസോട്ടയിലെ ക്രോസ്ബിയൽ ഡ്രൈവർമാർക്കുള്ള ഒരു സ്ഥലത്തിന്റെ അടിയിൽ ക്ലീൻ 1200 അടിയിലാണ് ഇത് സ്ഥാപിച്ചത്. ഇത് പ്രത്യേകമായി ലൂയിസ് എന്നറിയപ്പെടുന്ന സർക്കാർ ഉടമസ്ഥതയിലുള്ള കനിക്കുഴിയിലാണ്. പ്രതിമയുടെ യഥാർത്ഥ രൂപം ഇങ്ങനെയായിരുന്നു. അറിയാതെ ഏതെങ്കിലും ഡ്രൈവർമാർ ഈ പ്രതിമയെ കണ്ടാൽ ഒന്ന് ഭയക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി.